ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പറയുന്നത് മൂന്നാം ക്ലാസ്സിലെ മാത്സ് ഒന്നാമത്തെ ചാപ്റ്റർ 100 ആൻഡ് അബവ് നൂറിനും അപ്പുറം എന്ന് പറയുന്ന പാഠഭാഗത്തിന്റെ അഞ്ചാമത്തെ പാർട്ടാണ് ഇന്ന് നമ്മൾ പറയുന്നത്. പാർട്ട് നമ്പർ 5 ആണ് എന്ന് നമ്മൾ പറയുന്നത്. മുൻകഴിഞ്ഞ ഭാഗങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. ഓക്കെ, ഇല്ലെങ്കിൽ നിങ്ങൾ ആ ഭാഗം മുഴുവനായി കാണുക. ഇന്ന് നമ്മൾ പറയുന്നത് പേജ് നമ്പർ 15 സ്മോൾ ഓർ ബിഗ് എന്ന് പറയുന്ന ഈ ഭാഗമാണ്. സ്മോൾ ഓർ ബിഗ്, ചെറുതോ വലുതോ. സ്മോൾ എന്ന് പറഞ്ഞാൽ ചെറുത്, ബിഗ് എന്ന് പറഞ്ഞാൽ വലുത്. ഈ ഭാഗത്തുമായി ബന്ധപ്പെട്ട പാഠഭാഗങ്ങൾ ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിൽ നമുക്ക് എടുത്തത്. ഇവിടെ നോക്കൂ, 1 2 3 1 2 3 എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് പറയുന്നത് എന്താ നോക്കുക. യൂസ് ദി ഡിജിറ്റ്സ് ഗിവൺ അബവ് ടു ഫോം 3 ഡിജിറ്റ് നമ്പേഴ്സ്. എന്താ പറയുന്നത്, ഈ അക്കങ്ങൾ കൊണ്ട്, ഈ ഡിജിറ്റ് എന്ന് പറഞ്ഞ അക്കങ്ങൾ, ഈ അക്കങ്ങൾ കൊണ്ട് നിങ്ങൾ 3 അക്ക സംഖ്യ, 3 ഡിജിറ്റ് നമ്പേഴ്സ് പറഞ്ഞ 3 അക്കങ്ങൾ സംഖ്യ ഉണ്ടാക്കണം. മുകളിൽ കൊടുത്ത 1 2 3 1 2 3 എന്നീ സംഖ്യകൾ കൊണ്ട് നിങ്ങൾ എന്തുണ്ടാക്കണം, 3 അക്ക സംഖ്യകൾ ഉണ്ടാക്കണം. യു ക്യാൻ യൂസ് 1 ഡിജിറ്റ് ഓൺലി വൺസ് ഇൻ എ 3 ഡിജിറ്റ് നമ്പർ. ഒരു പ്രത്യേകത, ഒരു തവണ, ഒരു പ്രാവശ്യം മാത്രം ഒരു സംഖ്യ ഉണ്ടാക്കാൻ ഒരു പ്രാവശ്യം ഒരക്കം ഒരു തവണ മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതായത് ഇതിലുള്ള ഈ 3 അക്കങ്ങളിൽ ഒരു അക്കം ഒരു പ്രാവശ്യം മാത്രം ഉപയോഗിച്ചുകൊണ്ട് പരമാവധി 3 അക്ക സംഖ്യകൾ ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഇവിടെ നോക്കൂ, ഞാൻ നേരിട്ട് ഒന്ന് തന്നെ പറയാം. 1 2 3 ഇത് ചേർത്ത് ഒരു 3 അക്ക സംഖ്യ ഉണ്ടാക്കാം. 123, 123. ഇതൊരു ഉദാഹരണമാണ്. 123 അത് നമുക്ക് ഇവിടെ എഴുതിയാൽ ബാക്കി വരുന്ന 3 അക്ക സംഖ്യകൾ എത്ര എണ്ണം ഉണ്ടാക്കാം എന്നുള്ളത് നിങ്ങൾ ഇങ്ങനെ എഴുതരുത്. ഇത് 122 എന്ന് എഴുതരുത്, 122 എന്ന് എഴുതരുത്. കാരണം എന്താ, ഈ 22-ല് 2 2 പ്രാവശ്യം വന്നു, അങ്ങനെ വരാൻ പാടില്ല. ഇതിൽ ഒരു ഡിജിറ്റ് ഒരു ടൈമിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പരമാവധി 3 അക്ക സംഖ്യകൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഇവിടെ എഴുതണം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് ഇവിടെ എഴുതി നോക്കൂ പരമാവധി എത്ര ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളത്. ഉണ്ടാക്കിയോ? നോക്കൂ, ഇങ്ങനെ തന്നെയാണോ നിങ്ങൾ ഉണ്ടാക്കിയത്? 123 ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ. പിന്നെ 132, 312, 231, 321, 213. നോക്കൂ, ഇതിലൊന്നും സംഖ്യകൾ ഇവിടെ ആവർത്തിച്ച് വന്നിട്ടില്ല. 132, 312, 231, 321, 213 ഇതൊന്നും സംഖ്യകൾ ആവർത്തിച്ചിട്ടില്ലല്ലോ. ഇങ്ങനെ നമുക്ക് സംഖ്യകൾ പരമാവധി ഉണ്ടാക്കാൻ കഴിയും. ഓക്കെ, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഇങ്ങനെ തന്നെയാണ് എഴുതി നോക്കുക. ഇനി പറയുന്ന അടുത്ത്, വിച്ച് ഇസ് ദി സ്മോളസ്റ്റ് നമ്പർ. ഈ മുകളിൽ എഴുതിയ നമ്പറുകളിൽ ഏതാണ് ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ എന്നാണ്. സ്മോളസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറുത്. സ്മോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറുത്. ഇതിൽ ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ ഏതായിരിക്കും? നമ്മൾ കഴിഞ്ഞ 4ാമത്തെ പാർട്ടിൽ എങ്ങനെ സ്മോളസ്റ്റും ബിഗ്ഗസ്റ്റും കണ്ടെത്തുക എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ആ ഓർമ്മയിൽ നിങ്ങളൊന്ന് നോക്കൂ, ഏതായിരിക്കും സ്മോളസ്റ്റ് നമ്പർ? വിച്ച് ഈസ് ദി ലാർജസ്റ്റ് വൺ. അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതായിരിക്കും? ഇതിൽ ഏറ്റവും ചെറിയ സംഖ്യയും ഏറ്റവും വലിയ സംഖ്യ ഏതായിരിക്കും? രണ്ടും ഒന്ന് എഴുതി നോക്കൂ ഇവിടെ. ഓക്കെ, ഇതാ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. 123 വിച്ച് ഈസ് സ്മോളസ്റ്റ്. 123 123 ആണ് ഏറ്റവും ചെറുത്. വിച്ച് ഈസ് ദി ലാർജസ്റ്റ് വൺ. ഏതാ ഏറ്റവും വലുത്? 321 ആണ്. ഇതാണ് ഈ സംഖ്യയാണ്. എങ്ങനെയത് നമ്മൾ കണ്ടെത്തിയത്? ഏറ്റവും സ്മോളസ്റ്റ് കണ്ടെത്തുമ്പം 100ന്റെ സ്ഥാനത്തെ സംഖ്യയിൽ ഏറ്റവും ചെറുത് ഏതാണെന്ന് നോക്കുക. ഇവിടെ ഏറ്റവും ചെറുത് എത്രയാണ്? 1 അല്ല 100ന്റെ സ്ഥാനത്തുള്ളത് ഈ 2 ഒന്നുകളാണ് അല്ലെ. ആ 2 ഒന്നിൽ 123 132 വലുത്. അവർ 100ന്റെ സ്ഥാനത്തെ സംഖ്യകൾ ഒരേ മാതിരിയാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 10ന്റെ സ്ഥാനത്തെ സംഖ്യകൾ നോക്കണം. 10ന്റെ സ്ഥാനത്തെ സംഖ്യ, 10ന്റെ സ്ഥാനത്ത് ഏതാണ്? 2 ആണ്. ഇവിടെ 3 ആണ്. അപ്പൊ ഏതാ ചെറുത്? 2 ആണ്. അങ്ങനെയാണ് ഇവിടെ വന്നത് 123. ഇനി ഏറ്റവും ബിഗ്ഗസ്റ്റ് കാണൽ എങ്ങനെയാണ്? ലാർജസ്റ്റ് കാണൽ. നേരത്തെ പറഞ്ഞ പോലെ 100ന്റെ സ്ഥാനത്തെ സംഖ്യ ഏതാണ്? ഏറ്റവും 100ന്റെ സ്ഥാനത്തെ സംഖ്യ വലുത് ഇവിടെ 312 321 ആണ്. രണ്ടിന്റെയും 100ന്റെ സ്ഥാനത്തെ സംഖ്യ എത്രയാണ്? 3 ആണ് അല്ലെ, 3 ആണ്. അപ്പോൾ പിന്നെ അതിൽ ഏറ്റവും വലുത് ഏതാണെന്ന് നോക്കിയാൽ അല്ലെ, ഇവിടെ 10ന്റെ സ്ഥാനത്ത് നോക്കുമ്പോൾ ഇതാണ്. അപ്പം 321 ആണ്. അപ്പം സ്മോളസ്റ്റ് 123. വിച്ച് ഇസ് ദി ലാർജസ്റ്റ് വൺ? 321. ഓക്കെ, ഇനി താഴെ പറയുന്നത് നോക്കൂ. ക്യാൻ യു റൈറ്റ് 3 ഡിജിറ്റ് നമ്പേഴ്സ് ഇൻ ദി അസെൻഡിങ് ഓർഡർ. ഈ എഴുതിയ സംഖ്യയെ നമുക്ക് എന്ത് ചെയ്യാം? അസെൻഡിങ് ഓർഡറിൽ എഴുതണം. എങ്ങനെയെന്ന് ടീച്ചർ നേരത്തെ നമുക്ക് സൂചിപ്പിച്ചിരുന്നു. എന്ത് ഈ അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക്, അതിനാണല്ലോ അസെൻഡിങ് എന്ന് പറഞ്ഞത് അല്ലെ. അപ്പൊ ഏറ്റവും ചെറുതാദ്യം എഴുതണം, പിന്നെ അതിന്റെ വലുത് എഴുതണം, പിന്നെ അതിന്റെ വലുത് എഴുതണം, പിന്നെ അതിന്റെ വലുത് എഴുതണം. അങ്ങനെ ഇവിടെ നിന്ന് എഴുതി നോക്കൂ. ഈ ഒഴിഞ്ഞ സ്ഥലത്ത് ഇവിടെ നിന്ന് എഴുതിയാൽ മതി നിങ്ങൾ. ഓക്കെ, അത് കണ്ടെത്താനുള്ള വഴി എന്താ? നേരത്തെ സൂചിപ്പിച്ചത് പോലെ തന്നെ 100ന്റെ സ്ഥാനത്തെ സംഖ്യകളിൽ ഏറ്റവും ചെറുതാദ്യം എഴുതുക,
പിന്നെ വലുത് പിന്നെ വലുത് പിന്നെ എന്താ അങ്ങനെ എഴുതി വെക്കുക. അതാ ഇവിടെ എഴുതി നോക്കൂ. ഓക്കെ, ഇങ്ങനെയാണോ നിങ്ങൾ എഴുതിയത്? 123, 123, 132, 213, 231, 312, 321, 123, 132, 213, 231, 312, 321. ഇങ്ങനെ തന്നെയാണോ? ആകണം. അപ്പോഴാണ് ഇത് അസെൻഡിങ് ഓർഡറിൽ ആകുകയുള്ളൂ. ചെറുതിൽ നിന്ന് വലുതിലേക്ക് ആകുകയുള്ളൂ. നോക്കൂ, ഇവിടെ 100ന്റെ സ്ഥാനത്ത് ഏറ്റവും ചെറുത് അല്ലെ, ഇവിടെ 100 സ്ഥാനത്ത് ഏറ്റവും വലുത്. ക്ലിയർ ആണത് അല്ലെ? ഇനി പറയുന്നത് നോക്കൂ, ലുക്ക് അറ്റ് ദി ഡിജിറ്റ് ഇൻ ദി 100th പ്ലേസ് ഓഫ് ദി സ്മോളസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് നമ്പേഴ്സ്. ഈ സ്ഥാനത്ത് എഴുതിയ 100ന്റെ സ്ഥാനത്തുള്ള സംഖ്യയോട് നോക്കൂ. ഏത് സ്മോളസ്റ്റ് ഏറ്റവും ചെറിയ സംഖ്യയുടെയും ഏറ്റവും വലിയ സംഖ്യ ലാർജസ്റ്റ് നമ്പറിന്റെയും 100ന്റെ സ്ഥാനത്തെ സംഖ്യയോട് നോക്കൂ. എന്താ പ്രത്യേകത? വാട്ട് ഈസ് ദർ സ്പെഷ്യാലിറ്റി? എന്താണ് അതിന്റെ പ്രത്യേകത? എന്താണ് പ്രത്യേകത ഉള്ളത്? നിങ്ങൾ നോക്കൂ, എന്താണ് നിങ്ങൾ കണ്ടെത്തി പറയൂ. നമ്മൾ ആദ്യം ചെറിയ സംഖ്യ എടുക്കുക. നിങ്ങൾ കണ്ടെത്തിയോ? ആദ്യം ചെറിയ സംഖ്യ എടുക്കുക അല്ലെ. ആ സംഖ്യ 100ന്റെ സ്ഥാനത്തെ സംഖ്യ എത്രയാണ്? 1 അല്ലെ, 1 അല്ലെ. അപ്പൊ ഏറ്റവും 100ന്റെ സ്ഥാനത്തെ സംഖ്യ 1. ഇനി വലിയ സംഖ്യയുടെ 100ന്റെ സ്ഥാനത്ത് എത്രയാണ്? 3, 3 ആണ്. എത്രയാണ്? ക്ലിയർ അല്ലേ? ദ ഡിജിറ്റ് ഇൻ ദി 100th place of the smallest number is 1. In the 100th place of the largest number is എത്രയാണ്? 3. ക്ലിയർ ആണല്ലോ അല്ലെ? അപ്പം അതിന്റെ സ്പെഷ്യാലിറ്റി അതാണ്. ഇനി വാട്ട് അബൌട്ട് ദി ഡിജിറ്റ് ഓഫ് വൺസ് പ്ലേസ്? അതും കൂടി നോക്കണം. 100ന്റെ സ്ഥാനത്തിന്റെ സ്പെഷ്യാലിറ്റി കണ്ടു. ഇനി വൺസിന്റെ സ്ഥാനത്ത് നോക്കൂ. ഈ ഏറ്റവും സ്മോളസ്റ്റ് സംഖ്യയുടെ വൺസിന്റെ സ്ഥാനത്ത് 1ന്റെ സ്ഥാനത്തെ സംഖ്യയും ഏറ്റവും ലാർജസ്റ്റ് സംഖ്യയുടെ വൺസിന്റെ സ്ഥാനത്തെ സംഖ്യയും നമ്മളുടെ സ്പെഷ്യാലിറ്റി നോക്കൂ. എന്താ അതിന്റെ പ്രത്യേകത? കണ്ടെത്തിയോ? ഓക്കെ, വൺസിന്റെ സ്ഥാനത്ത് സംഖ്യ ഇവിടെ 3 ലാർജിന്റെ സംഖ്യ എത്രയാണ്? 1 അല്ലെ. ദ ഡിജിറ്റ്സ് ഇൻ ദി പ്ലേസ് ഓഫ് വൺസ് ഈസ് 3 and 1. ക്ലിയർ ആണല്ലോ അല്ലെ? അപ്പൊ നോക്കൂ, 100ന്റെ സ്ഥാനത്തുള്ള സംഖ്യയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് വൺസിന്റെ സ്ഥാനത്തെ സംഖ്യ വന്നത്. അതാണ് നമ്മൾ നോക്കേണ്ടത് അല്ലെ. 1ന്റെ സ്ഥാനത്ത് 100ന്റെ സ്ഥാനത്ത് 1ഉം 3ഉമാണ്. ഇവിടെ 100ന്റെ സ്ഥാനത്ത് എത്രയായി? 1ന്റെ സ്ഥാനത്ത് എത്രയായി? ഈ 100ന്റെ സ്ഥാനത്തെ സംഖ്യ ഇങ്ങോട്ട് കയറിയിരുന്നു. പിന്നെ ഇവിടെ 100ന്റെ സ്ഥാനത്തെ സംഖ്യ താഴേക്കും വന്നു. ഇതതിന്റെ സ്പെഷ്യാലിറ്റി പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, ഇനി ഇവിടെ ഈ കുട്ടി എന്തോന്ന് പറയുന്നുണ്ട്. എന്താ പറഞ്ഞത്? ഒന്ന് വായിച്ചു നോക്കൂ. വിതൗട്ട് റിപ്പീറ്റിംഗ് എനി ഓഫ് ദീസ് നമ്പേഴ്സ് ഹൗ മെനി 2-digit നമ്പേഴ്സ് ക്യാൻ ബി റിട്ടേൺ? ഈ സംഖ്യകളിൽ, ഈ 2 സംഖ്യകളിൽ നിങ്ങൾ ഈ 1, 2, 3 ഉപയോഗിച്ചിട്ട് 2 ഡിജിറ്റ് സംഖ്യകൾ ആവർത്തിക്കാതെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആവർത്തിക്കാതെ 2 ഡിജിറ്റ് സംഖ്യകൾ എത്ര ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര ഉണ്ടാക്കാൻ കഴിയുമെന്ന് ആലോചിച്ച് നോക്കൂ. ഒന്ന് കണ്ടെത്താൻ കഴിയുമോ നിങ്ങൾക്ക്? ഈ 1, 2, 3 ഉപയോഗിച്ചിട്ട് എത്ര 2-digit നമ്പേഴ്സ് ഉണ്ടാക്കാം എന്നാണ്. ഓക്കെ, എത്ര ഉണ്ടാക്കാൻ കഴിയും? നിങ്ങൾ ആലോചിച്ചോ? 6 നമ്പറുകൾ ഉണ്ടാക്കാൻ കഴിയും. അത് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതുപോലെ എഴുതാൻ കഴിയും നോക്കണം. ഉദാഹരണത്തിന് 12, 13, 23, 31, 21, 32 എന്നുള്ള ഇങ്ങനെ ഇത്രയുള്ള 6 നമ്പറുകൾ ഉണ്ടാക്കാൻ കഴിയും. 2-digit നമ്പേഴ്സ് 6 ഉണ്ടാക്കാൻ കഴിയും. ഓക്കെ, ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കൂ. നൗ യൂസ് ദി ഡിജിറ്റ് 4, 5 and 0 to form as many 3-digit numbers as possible. Write them in the descending order. നമ്മൾ മുകളിൽ ചെയ്തതുപോലെ തന്നെ 1, 2, 3 ഉപയോഗിച്ച് ചെയ്തതുപോലെ തന്നെ ഇവിടെ 4, 5, 0, 4, 5 and 0 ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ പരമാവധി 3-digit നമ്പേഴ്സ് ഉണ്ടാക്കണം. അതിനെ എന്ത് ചെയ്യണം? ഡിസെൻഡിങ് ഓർഡറിൽ ചെറുതിൽ നിന്ന് വലുതേക്ക് എഴുതുകയും വേണം. അത് നിങ്ങൾ സ്വന്തമായിട്ട് എന്താണ് ഡു നോട്ട് ബിഗിൻ വിത്ത് 0 കൊണ്ട് തുടങ്ങരുത്. പ്രത്യേകം പറയുന്നുണ്ട് 100 കൊണ്ട് അല്ല 0 കൊണ്ട് തുടങ്ങരുത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എത്ര എണ്ണം ഉണ്ടാക്കാന്ന് പറയുന്നത്. ഉദാഹരണം 450, 405, 504, 540 ഒക്കെ ചെയ്യപ്പെട്ടതാണ്. നിങ്ങൾ ആലോചിച്ച് ആ നമ്പർ ഇവിടെ എഴുതുക. എന്നിട്ട് അതിനെന്ത് ചെയ്യുക? അസെൻഡിങ് ഓർഡറിൽ എഴുതുകയും ചെയ്യാം. ഇതാണ് ഇന്നത്തെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഞാൻ ഇതൊരു മോഡൽ കാണിച്ചു തന്നതുകൊണ്ട് നിങ്ങൾക്ക് മറ്റു വർക്കുകളൊക്കെ ചെയ്യാൻ എളുപ്പമാണ്. ഇതൊരു പ്രവർത്തനമാണ്. പിന്നെ നമുക്കൊരു ഹോംവർക്ക് ആയിട്ട് തന്നിരുന്നത് ഈ വർക്കായിരുന്നു. 3, 4, 5 എന്നീ സംഖ്യകൾ ആവർത്തിക്കാതെ 3 അക്ക സംഖ്യകൾ നിർമ്മിച്ച്
ആരോഹണ ക്രമത്തിലും അവരോഹണ ക്രമത്തിലും എഴുതാം. അസെൻഡിങ് ഓർഡറിലും ഡിസെൻഡിങ് ഓർഡറിൽ എഴുതണം. അസെൻഡിങ് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഡിസെൻഡിങ് ഓർഡർ എഴുതാൻ എളുപ്പമാണ് അല്ലേ. അപ്പൊ നിങ്ങൾ ചെയ്യണം 3, 4, 5. ഇപ്പൊ നമ്മൾ നേരത്തെ ഒരു കണക്ക് പറഞ്ഞു, 1, 2, 3 ഉപയോഗിച്ച് നമ്മൾ എഴുതി. പിന്നെ 4, 5, 0 ഉപയോഗിച്ച് 4, 5 and 0 ഉപയോഗിച്ച് എഴുതി. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് 3, 4, 5 ഉപയോഗിച്ച് പരമാവധി സംഖ്യ ഉണ്ടാക്കി അവ അസെൻഡിങ് ഓർഡറിലും ഡിസെൻഡിങ് ഓർഡറിലും ആരോഹണ ക്രമത്തിലും അവരോഹണ ക്രമത്തിലും എഴുതി നിങ്ങൾ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. കൂട്ടുകാരെ, നമ്മൾ ഇന്ന് 100 and above എന്ന് പറയുന്ന പാഠത്തിലെ സ്മോൾ ഓർ ബിഗ് എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. കൂട്ടുകാർക്ക് ഈ പറഞ്ഞതൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. 15ാമത്തെ പേജിലെ പ്രവർത്തനമാണ് നമ്മൾ പറഞ്ഞത്. ഇതിന്റെ 5ാമത്തെ ഭാഗമാണ് നമ്മൾ കണ്ടത്. ഇതിനു മുമ്പുള്ള ഭാഗങ്ങൾ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തുടർ ഭാഗങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലെയുള്ള പുതിയ അറിവുമായി നമുക്ക് കണക്കിന്റെ പുതിയ അറിവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.